സ്നേഹമുള്ളവരെയും നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ ഷിൻസച്ചൻ കൊച്ചുനാളിൽ തൻ്റെ വിദ്യ അഭ്യസിച്ച വിദ്യാലയത്തിലാണ്. നമ്മുടെ അച്ഛനെ പഠിപ്പിച്ച ഒരു ഗുരുനാഥൻ ബെന്നി സാറ് ഇപ്പോൾ നമ്മളോട് ചേരുകയാണ്. ബെന്നി സാറേ, ഗുഡ്നസ് ടി വിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വേദന നിറഞ്ഞ ഓർമ്മകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ബെന്നി സാറ് നമ്മുടെ ഷിൻസച്ചനെ പഠിപ്പിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ കാലത്തെ സാറിനെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മ ഒന്ന് പങ്കുവയ്ക്കാമോ? എഡൂർ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ച് ഏറെ വേദനാജനകമായ ഒരു ദിനമാണിന്ന്. ഞങ്ങളുടെയൊക്കെ മുന്നിലിരുന്ന് പഠിച്ചുപോയ ഞങ്ങളുടെ പ്രിയ വിദ്യാർത്ഥികളിൽ ഒരാൾ വളരെ ദാരുണമായൊരു അപകടത്തിൽ ഇന്നലെ നമ്മുടെ യാത്ര പറഞ്ഞു എന്നുള്ളതിൻ്റെ ആ ഒരു ആഘാതം ഇനിയും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് ഈ വിദ്യാലയവും ഇവിടെയുള്ള അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും. ഞാൻ ഈ വിദ്യാലയത്തിൽ അദ്ദേഹത്തെ പഠിപ്പിക്കുവാനുള്ള വലിയൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. 16 വർഷങ്ങളായി ഞാൻ ഈ വിദ്യാലയത്തിൽ വന്നിട്ട് ഞാൻ വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്ന ആദ്യ കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം വിദ്യാലയത്തിൽ പഠിച്ച് കടന്നുപോയത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ഈ 16 വർഷങ്ങൾക്കിടെ എൻ്റെ മുന്നിലൂടെ കടന്നു പോയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളെ മനസ്സിലുണ്ട് എങ്കിലും അതിൽ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് പ്രിയപ്പെട്ട ഷിൻസൻ്റെ അച്ഛൻ്റേതെന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. കാരണം എൻ്റെ മാത്രമല്ല, അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഹൃദയത്തിൽ ഇടം വാങ്ങിയിട്ടാണ് അദ്ദേഹം നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ പടികളിറങ്ങിയത്. പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏറെ സജീവമായിരുന്നു. ഇവിടെയുള്ള ഓരോരുത്തരോടും അദ്ദേഹം കാത്തു സൂക്ഷിച്ചിട്ടുള്ളൊരു ബന്ധമെന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തതാണ്. അതുപോലെ തന്നെ ഓരോ അധ്യാപകരെയും അദ്ദേഹം ഹൃദയം കൊണ്ട് സ്നേഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇന്ന് രാവിലെയുമൊക്കെ ആയിട്ട് എൻ്റെ പഴയ സഹപ്രവർത്തകർ വിളിച്ച് പറയുമ്പോൾ അവരൊക്കെ വളരെ സങ്കടത്തോടെ ഓർമ്മിക്കുന്ന ഒരു കാര്യം, ഇടയ്ക്കിടെ അവരെ വിളിക്കുകയും ബന്ധപ്പെടുകയും ആ സ്നേഹബന്ധം പുതുക്കുകയും ഒക്കെ ചെയ്യുന്ന ഷിൻസച്ചൻ്റെ നല്ല ഓർമ്മകൾ അവർ മനസ്സിൽ നിന്ന് പങ്കുവയ്ക്കുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തിരുപ്പട്ട ശുശ്രൂഷയുടെ സമയത്ത് ഇവിടെ പഠിപ്പിച്ചിരുന്ന എല്ലാ അധ്യാപകരെയും നേരിൽ കണ്ട് വീടുകളിൽ പോയി അദ്ദേഹം ആ ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ച ഓർമ്മകളും എല്ലാവരും വളരെ വേദനയോടുകൂടി ഇന്ന് പങ്കുവയ്ക്കുകയുണ്ടായി. പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നന്നായി പഠിച്ചു പോകുന്ന ഒരു വിദ്യാർത്ഥി. അന്ന് തന്നെ ഞങ്ങൾ അദ്ദേഹത്തിൽ കണ്ട ഒരു ലക്ഷണം, വലിയൊരു വിശുദ്ധിയുടെ ഒരു ഉറവിടം എന്ന് പറയാവുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന എല്ലാവരിലേക്കും ആ വിശുദ്ധി പകരുന്ന ഒരു ചൈതന്യമുള്ള ഒരു വ്യക്തിത്വം അദ്ദേഹത്തിൽ ഞങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞു. ഒരു നല്ല വൈദികനാകാനുള്ള അദ്ദേഹത്തിൻ്റെ തീരുമാനം സ്വാഭാവികമായും ഞങ്ങളത് മുൻകൂട്ടി കണ്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു വൈദികൻ്റേതായ ലക്ഷണങ്ങൾ വളരെ കാലത്തിൽ തന്നെ അദ്ദേഹത്തിൽ കാണുന്നു. ഉത്തമമായ ഒരു വിശ്വാസം, ആ വിശ്വാസത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരോട് പെരുമാറുക, മറ്റുള്ളവരോട് സംസാരിക്കുക, അത്രമാത്രം വിനയത്തോടുകൂടി പെരുമാറുക എന്നൊക്കെ പറയുന്ന വലിയൊരു പ്രത്യേകത കണ്ട ഒരു വിദ്യാർത്ഥിയാണ് അദ്ദേഹം ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും. അങ്ങനെ ഇവിടെ നിന്ന് കഴിഞ്ഞ് അദ്ദേഹം സെമിനാരിയിൽ പോയി ഓരോ അവധിക്കാലത്തും വരുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, അദ്ദേഹം എപ്പോഴും ഈ അവധിക്കാലങ്ങളിൽ വരുന്ന സമയത്ത് ഇവിടെ അധ്യാപകരെ വന്ന് കണ്ട് സന്ദർശിച്ച് സന്തോഷത്തോടു കൂടി പോകുന്ന ആ നല്ല നാളുകളൊക്കെ ഓർമ്മയിലേക്ക് വരികയാണ്. അപ്പോൾ തലശ്ശേരി അതിരൂപതയെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ്. നമുക്കറിയാം, ഒരിക്കലും പകരം വയ്ക്കാനില്ലാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം എന്നുള്ളത് കൊണ്ട് തന്നെ. എടൂരിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം. ഏതാണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മനോജ് അച്ഛൻ നമ്മളോട് കൂടെ പറഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഈ വിദ്യാലയത്തിൽ പഠിച്ചുപോയ വിദ്യാർത്ഥിയാണ് മനോജ് ഒറ്റപ്പിളാക്കൽ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗത്തിൻ്റെ ആഘാതം, ആ മുറിവ് ഉണങ്ങുന്നതിന് മുമ്പേ ഞങ്ങളുടെ പ്രിയ വിദ്യാർത്ഥികളിൽ മറ്റൊരാൾ കൂടി വൈദിക ശുശ്രൂഷയിലേക്ക് ഉയർത്തപ്പെട്ടാണ് മറ്റൊരാൾ കൂടി ഇത്തരത്തിൽ ദാരുണമായി കടന്നു പോകുന്നു എന്നുള്ളത് ഏറെ വേദനയോടുകൂടിയാണ് ഞങ്ങൾ അനുസ്മരിക്കുക. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് മാത്രമേ ഇനി ഞങ്ങൾക്കൊക്കെ മുമ്പിലുള്ള മാർഗമുള്ളൂ. എല്ലാവരോടും ചേർന്ന് വേദനിക്കുന്ന എല്ലാവരോടും ഞങ്ങളും പങ്കുചേരുകയാണ്. ഈ വിദ്യാലയം ഒന്നാകെ പങ്കുചേരുകയാണ്. ഞാനും അതുപോലെ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന പല അധ്യാപക സുഹൃത്തുക്കളും ഇന്ന് ഇവിടെ ഇല്ല, പലരും പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയി. അവരുടെ എല്ലാവരുടെയും പേരിൽ, അതുപോലെ ഇന്ന് ഈ വിദ്യാലയത്തിലുള്ള എല്ലാവരുടെയും എൻ്റെ പ്രിയ മക്കൾ, അവരുടെ ജ്യേഷ്ഠ സഹോദരനെയാണ് ഈ വിയോഗത്തിലൂടെ നഷ്ടമായിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവോടുകൂടി ഈ വിദ്യാലയത്തിലെ എല്ലാവരുടെയും പേരിൽ എല്ലാ ആദരാഞ്ജലികളും പ്രാർത്ഥനകളും വിനയപൂർവ്വം നേരുകയാണ്. സ്നേഹമുള്ള ബെന്നി സാറേ, സാറിൻ്റെ ശിഷ്യത്തിലായിരിക്കുമ്പോൾ തന്നെ ഒരു വിശുദ്ധിയുടെ പരിമളം സാറിന് ദർശിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ വളരെ അഭിമാനകരമായ ഒരു അനുഭവമായിട്ട് ഞങ്ങൾക്കും തോന്നുകയാണ്. തീർച്ചയായിട്ടും സാറ് പറഞ്ഞതുപോലെ ആ വിശുദ്ധിയുടെ പടകിലൂടെ നടന്ന് ഒരു സ്വർഗത്തിൽ വിശുദ്ധനായി തന്നെ എത്തിച്ചേർന്നുവെന്ന് നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛനോടും നമുക്ക് പ്രാർത്ഥിക്കാം. സാറ് ഞങ്ങൾക്ക് തന്ന ഈ നല്ല വാക്കുകൾക്ക് നന്ദി. സ്നേഹമുള്ളവരെയും, നമ്മൾ ജിൻസച്ചൻ കൊച്ചുനാളിൽ മുതൽ ഓടിക്കളിച്ച് നടന്ന ആ വിദ്യാലയമാണ്. ആ വിദ്യാലയത്തിൻ്റെ മുറ്റത്താണ്
ഇപ്പോൾ ഗുഡ്നസ് TV നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നു. അച്ഛൻ കളിച്ച് വളർന്ന ഗ്രൗണ്ടും അച്ഛൻ പഠിച്ച വിദ്യാലയവും അച്ഛനെ പഠിപ്പിച്ച അധ്യാപകരുമൊക്കെയുള്ള ഈ കലാലയ ക്ഷേത്രത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ അച്ഛൻ്റെ ഓർമ്മകൾ നേരത്തെ ബെന്നി സാർ സംസാരിച്ചതുപോലെ തന്നെ ആ ഒരു വിശുദ്ധിയുടെ പരിമളം ഞങ്ങളും ഇവിടെ തൊട്ട് അനുഭവിച്ചറിയുകയായിരുന്നു. ഇവിടുത്തെ ഓരോ മണൽത്തരികൾക്കും അച്ഛനെക്കുറിച്ച് നന്മ മാത്രം പറയുവാനുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്കൊത്തിരി സ്നേഹത്തോടെ ഓർക്കാം. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഇടവകയിലെ അവിചാരിതമായ മരണം സംഭവിച്ച രണ്ടാമത്തെ വൈദികനാണെന്ന് പറയുമ്പോൾ ഇത് ഇവർക്ക് കൂടുതൽ താങ്ങാനാവാത്ത ഒരു വേദനയായി, ഒരു നൊമ്പരമായി ആയിരിക്കുന്നു. നമുക്കും അച്ഛനോട് പ്രാർത്ഥിക്കാം, അച്ഛന് വേണ്ടിയും പ്രാർത്ഥിക്കാം.